അച്ചോ അച്ചോ സ്നേഹ ഓയ് സ്നേഹ എന്ത് പറ്റി? ആ, വല്ലാതെ സാഡ് ആണെന്ന് തോന്നുന്നു. അല്ല സുധി, ഞാനിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയി. എന്ത് പറ്റി? ഓൾ ഗുഡ്? യാ ഗുഡ്. ഇല്ലല്ലോ സ്നേഹ, എന്താ പറ സ്നേഹ. മുഖമൊക്കെ ആകെ വാടി കിടന്നിട്ടില്ല, ഇന്നലെ എന്താ ഉറങ്ങിയില്ല? ഉറങ്ങി എന്തോ. നല്ല പുറത്ത് മഴ അല്ലേ, എനിക്ക് പുറത്ത് വീട്ടിലേക്കൊന്ന് പോവാൻ വേണ്ടി ചെറിയൊരു ഭയം. സമയമായി സ്നേഹ, എന്താ വീട്ടിൽ പോകത്തെ? ഓൾമോസ്റ്റ് 10 ആയി. ഇനി ഓഫീസിൽ എന്താ കാണിക്കുന്നത്? പോ. പോകണമെന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ എന്നെന്തോ ഇവിടെ പിടിച്ചു നിർത്തുക സുധി. എനിക്കെന്തോ അടുത്തൊരു ഇൻസിഡൻ്റ്. ഒന്നുമില്ല, ഒന്നുമില്ല സുധി. എന്ത് സ്നേഹ, ഒരുതും കണ്ട് പേടിച്ചോ? എന്താ പറ. പേടിച്ചോന്ന് ചോദിച്ചാൽ ഇപ്പം അടുത്തൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. അത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇപ്പം ശ്രുതി വിശ്വസിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല. അത് സാരമില്ലെന്ന് പറ, എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? ഇതൊരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല ശ്രുതി. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഞാൻ പറയാ. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ വീട്ടിൽ, ഞാൻ പുതിയ വീട് മാറിയത് ഞാൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഒന്ന് കൂടാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതൊരു ഫ്രൈഡേ ആയിരുന്നു. ഓക്കെ. വീക്കെൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഓക്കെ, നമ്മളിനി വീക്കെൻഡ് ആഘോഷിക്കാൻ പോവുക, അടിച്ചു പൊളിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് പുതിയ ഫ്ലാറ്റ്, എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആഘോഷമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ. ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഫ്ലാറ്റിൽ എല്ലാം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫ്ലാറ്റ്സ് ആണ്. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ 7th ഫ്ലോറിൽ മാത്രം എപ്പോഴും ഒരു സൈലൻസ് ആണ്. അവിടെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക. നമ്മൾ ലിഫ്റ്റിൽ പോവുകയാണെങ്കിൽ പോലും ആ 7th ഫ്ലോറിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അവിടെ ആർക്കും എൻട്രി ഇല്ല. ഓക്കെ, അപ്പം ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി ഒന്ന് ആ ഒരു ഭാഗം മൊത്തം ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് 7th ഫ്ലോർ, ഞാൻ 6th ഫ്ലോറിലാണ് കേട്ടോ, എന്തുകൊണ്ടാണ് 7th ഫ്ലോറിലോട്ട് കയറാൻ പറ്റാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ അവൻ ഒരുപാട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, മേ ബി വാട്ട് വിൽ വി തിങ്ക്, ടെക്നിക്കൽ ഇഷ്യൂസ്. അപ്പോൾ സ്നേഹ പറയുന്ന ആ ലിഫ്റ്റ് 6th ഫ്ലോറിൽ പോകും, പിന്നെ അടുത്തത് 8th ഫ്ലോറിലേക്ക് ജമ്പ് ആവും. യെസ്. 7th ഫ്ലോറിൽ നിൽക്കില്ല. ഇല്ല, അത് ചിലപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകും അവർ, മേ ബി സം ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. അത് തന്നെയാണ് സുധി ഞാനും വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരുപാട് ഒരുപാട് നല്ല ഹാപ്പി ആയിരുന്നു ആ ഒരു വീട്ടിൽ കയറിയതിന് ശേഷം. പക്ഷെ അന്നത്തെ ആ ഒരു രാത്രി എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. ഞങ്ങളിങ്ങനെ തിരിച്ചിറങ്ങി ഇങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ 7th ഫ്ലോറിൽ നിന്ന് പെട്ടെന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നു. വിച്ച് ഫെൽ ദാറ്റ് അവിടെ എന്തോ ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ. ഇവിടെ ആൾക്കാർ താമസം ഉണ്ടാവും. 7th ഫ്ലോറിൽ ആരുമില്ല സുധി, അവിടെ ഫുൾ ബ്ലോക്ക്ഡ് ആണ്. അവിടേക്കുള്ള ആ സ്റ്റേഴ്സിൻ്റെ ആ ഒരു ഭാഗം പോലും അവരിങ്ങനെ ഒരു ചെറിയൊരു ഷീറ്റ് പോലെ വിരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുക സ്നേഹം, പക്ഷെ ലൈറ്റ് എങ്ങനെ വരുന്ന സ്നേഹം? അവിടെ ആരെങ്കിലും താമസം ഉണ്ടാവും. അറിയില്ല സുധി. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്ന് അവിടെ എന്തോ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു. സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളൂ, അങ്ങോട്ട് ഒരിക്കലും പോകരുത്, അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. അപ്പം ഞങ്ങൾ എന്ത് ഇയാൾ പറയുന്നത്, അവിടെ എന്തോ പ്രസൻസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പ്രസൻസോ? പ്രസൻസ് ഇൻ ദ സെൻസ് അവിടെ ആരോ ഉണ്ട്. എന്താ സ്നേഹം പറയുന്നത്? എനിക്കൊന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല. ആരുണ്ട് അവിടെ? ആരും ഇല്ല എന്ന് പറയുന്നു. സ്റ്റേഴ്സ് ബ്ലോക്കാണ്, ലിഫ്റ്റ് ഇപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ എങ്ങനെ സ്നേഹ, എന്ത് പ്രസൻസാ സ്നേഹം പറയാൻ പറ്റുന്നത്? അറിയില്ല സുധി, ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഓക്കെ. ഈ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു? ലൈക്ക് വാട്ട് ആർ ദീ സെയിങ്? അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗോകുൽ എന്ന് പറഞ്ഞിട്ട്. ഗോകുൽ?
അപ്പോൾ അവനെന്ത് വിചാരിച്ചു, സെക്യൂരിറ്റി പറഞ്ഞതൊക്കെ അവൻ ചെവിയോട് അടുപ്പിച്ചില്ല. എന്നിട്ട് അവൻ തിരിച്ച് ഞങ്ങളുടെ 6th ഫ്ലോറിൽ കയറി. അവിടെ നിന്ന് ലിഫ്റ്റിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആ 7th ഫ്ലോർ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന്. വി വർ ലൈക്ക് നോ, അതിൻ്റെ ആവശ്യമില്ലടാ, ഒരുപാടായില്ലേ, ഒരുപാട് വട്ടമായി ഇങ്ങനെ പറയുന്നു. എന്താ പറയുക, അവിടെ എല്ലാവരും നോ പോകാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ നിർബന്ധമായിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ. അവൻ പോയി. 10 സെക്കൻഡിനുള്ളിൽ അവൻ പുറത്തോട്ട് തിരിച്ചു വന്നു. പോയി ഉള്ളിലോട്ട് പോയി 10 സെക്കൻഡിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ദേഹത്ത് ആരും നല്ല രീതിയിൽ അടിച്ച പോലത്തെ ഒരു കാഴ്ചയാണ് കണ്ടത്. നല്ലോണം ആരും അവനെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ അവനാരും അടിച്ചതായിട്ട് അവന് ഓർമ്മയില്ല. പിന്നെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ സുധി, യു വോണ്ട് ബിലീവ്, ഹി ഫെൽറ്റ് ലൈക്ക് ഹി സ്റ്റേഡ് ദെയർ ഫോർ 10 hours. What? It was like a long time for him. അത്രയ്ക്കും നേരം അവിടെ ചെലവഴിച്ച പോലെയാണ് ഗോകുലിന് ഫീൽ ചെയ്തത്. സ്നേഹ ആള് 10 മിനിറ്റ് എന്നല്ലേ വന്നെന്ന് പറഞ്ഞു, 10 സെക്കൻഡില് വന്നു. സെക്കൻഡ്സില്. അപ്പൊ പിന്നെ എങ്ങനെ, വാട്ട് ഈസ് ഹി സേയിങ്? ഐ ഡോണ്ട് നോ. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അവൻ എപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിൽ അവിടെ ആരോ ഒരു നിഴല് കാണുന്നുണ്ട്, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ആ നിഴൽ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓൾസോ അവനെ അടിച്ചതായിട്ട് അവന് ഒരു ഓർമ്മയുമില്ല. അതേപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ നല്ല കാറ്റുണ്ട്, പക്ഷേ അവിടെ എല്ലാ വിൻഡോസും എല്ലാ ഡോഴ്സും എല്ലാം ക്ലോസ്ഡ് ആണ്. ബട്ട് ഹൗ, എങ്ങനെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അവിടുത്തെ കബേർഡ്സ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഫുൾ കംപ്ലീറ്റ്ലി ആ ഒരു 7th ഫ്ലോർ മുതൽ തന്നെ കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ഹോണ്ടഡ്. Come on Sneha, don't tell me this. Are you saying സ്നേഹ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് മുകളിലത്തെ ഫ്ലോർ ഹോണ്ടഡ്? എക്സാക്ട്ലി. ഇത് നിങ്ങൾ അവിടെ കയറുമ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ? We didn't know. It is like a very popular one. അവിടെ എല്ലാവരും കുറേ ആൾക്കാർ താമസിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം എങ്ങനെ, എനിക്കിപ്പോഴും ഐഡിയ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഇവൻ ഓടി പേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു. സെക്യൂരിറ്റി പറഞ്ഞ കാര്യം, നിങ്ങളുടെ അടുത്ത് ആരങ്ങോട്ട് പോകാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആള് ഷൗട്ട് ചെയ്യുക ചെയ്തത്. അതിനുശേഷം അവര് ആ ഒരു 7th ഫ്ലോറിലേക്കുള്ള സ്റ്റെയർസ് വരെ ക്ലോസ് ചെയ്തു. ആൻഡ് വി ആസ്ക്ഡ് ദി സെക്യൂരിറ്റി, അവിടെ എന്താ ഉണ്ടായേ, അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് he told us. Okay, but before he was not ready to tell you. He was not ready to tell us because he was asked to not say anything. അവിടെ ഉണ്ടായ ഒരു കഥ 2-3 വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു ഹസ്ബൻഡ്, വൈഫ്, ഒരു കുട്ടി, കുഞ്ഞു കുട്ടി, ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആസ് എ ഫാമിലി ഇവരവിടെ താമസിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ദ ഹസ്ബൻഡ് ആക്ച്വലി ആ 7th ഫ്ലോറിൽ നിന്ന് താഴോട്ട് സൂയിസൈഡ് ചെയ്തു. അതിനുശേഷം അത് കണ്ടു നിന്ന ഭാര്യ കുട്ടിക്കും സ്വന്തമായിട്ടും വിഷം കഴിച്ചു. ഷീ ഓൾസോ സൂയിസൈഡ് ഹെർസെൽഫ്. So Sneha, you mean to say ആ ഇൻസിഡന്റ് ആയ ശേഷം ആ മൊത്തം ഫ്ലോറിൽ ഇങ്ങനത്തെ പല അൺയൂഷ്വൽ തിങ്സ് നടക്കാൻ തുടങ്ങി? എക്സാക്ട്ലി. So they blocked the entire floor. ആ ഒരു ഫ്ലോറിൽ പിന്നെ അവൻ പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി ഞാനിപ്പോൾ ഓർക്കുന്നു സുധി. എന്താ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഒരു കുട്ടിയുടെ പുറകെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു അമ്മ ഓളിയിടുന്നതും കുട്ടിയുടെ കരച്ചിലും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഫ്രീക്വൻ്റ്ലി ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ഫ്രൈഡേ. ഐ ഡോണ്ട് നോ പീപ്പിൾ ഈ ഫ്രൈഡേ വിശ്വസിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും, പക്ഷെ ഇറ്റ് ആക്ച്വലി ഹാപ്പൻഡ്. അവിടെ വിൻഡോസൊക്കെ ക്ലോസ് ആയി, അവിടെ ഒരു പീജനെ കണ്ടു, അവിടെ കാറ്റ്,
എങ്ങനെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഐ ഡോണ്ട് നോ. മേ ബി അവർക്ക് എന്തെങ്കിലും ചെയ്തു വെക്കാനുള്ള കാര്യം ചെയ്തു വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മേ ബി ദ സോൾ ലിവ്സ്. മേ ബി. പക്ഷെ ആ ഒരു ദിവസം സുധി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു.